എനിക്ക് പണിയായല്ലോ. ശങ്കരുണ്ണി നമ്മുടെ ബാഗ് എടുത്തിട്ട് ഓടുന്നുണ്ട്. മാറെ പെണ്ണും പിള്ള ജോലി ചെയ്യാനും സമ്മതിക്കില്ല. ഭദ്രമായിട്ട് ഇവിടെ ഇരുന്നു. ഡ്രൈവർ ഞാനാ, വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. പോലീസ് പോലീസ്! അയ്യോ, ഞാൻ പോലീസ് അല്ല. കള്ളൻ കള്ളൻ! പോലീസ്! ഞാൻ കള്ളനുമല്ല, പോർട്ടർ പോർട്ടർ. ഈ കൂലി ഏഴാം കൂലിയല്ല, വെറും കൂലി. പിന്നെ എന്തിനാ നീ പെട്ടിയെടുത്ത് ഓടിയത്? എന്നിട്ട് അത് കൊണ്ടുവന്ന് എന്തിനാ ടാക്സിയിൽ വെച്ചത്? അയ്യോ, ഞങ്ങൾ പോർട്ടർമാർ ഇങ്ങനെ പെട്ടി കണ്ട വിടില്ല. എന്റെ കൂലി തന്നിട്ട് സാറന്മാര് ടാക്സിയിൽ കയറി പോയാട്ടെ. ഞങ്ങൾക്ക് ഈ ടാക്സിയിൽ പോണ്ടെങ്കിലോ? സാറിന് ടാക്സി വേണ്ടെന്ന്. കയറിയാലെന്തായിരുന്നു മോനെ? ഒരു നിമിഷം. അതെ, ഈ സാറന്മാരുടെ പെട്ടി ആ വണ്ടിക്കകത്തായി പോയി. ഞാൻ ഒന്ന് പോയി എടുത്തിട്ട് വരട്ടെ. ഒരു 5 മിനിറ്റ്. പെട്ടിയായിട്ട് വരുമ്പോ ഇവിടെ തന്നെ കാണണേ. ഞാൻ കള്ളനാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ലല്ലോ. ഈ ബൈക്ക് പൊളിച്ചടിക്ക് വിറ്റേക്ക്. പെട്ടിയിൽ വല്ലതും ഉണ്ടോടെ? നോക്കട്ടെ. എല്ലാം തുള വീണത്. യുവന്മാർക്കെന്താ പഴയ ജെട്ടിയുടെ കച്ചവടം? ദൈവമേ, എന്നെ തപ്പി എങ്ങാനും വന്നതായിരിക്കൂ. ഇത് നമ്മുടെ വാസുചേട്ടനല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ സർവ്വഗുണങ്ങളുള്ള മറ്റേ ആള്. തരികിടയാണല്ലേ? അല്ല, ഒരു തരികിടയെ തേടി വന്നതാണ്. കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ നിനക്ക് കെട്ടിച്ചു തരാം. സാറിന്റെ മോളോ പെങ്ങളോ? എന്താ വയറ്റിലെങ്ങാനും ഉണ്ടായോ? വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, വധു സാറിന്റെ മകളല്ല, സാറിന്റെ ശത്രുവിന്റെ മകളാണ്. ബാറുകൾ, കാറുകൾ, നക്ഷത്ര ബംഗ്ലാവുകൾ എല്ലാം നിനക്ക് സ്വന്തമാക്കാം, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുകയാണ്. എന്നാ ഇപ്പൊ തന്നെ പോവാം. 2 പെറ്റതാണെങ്കിലും കുഴപ്പമില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലടേ. ആദ്യം നീ അവളൊന്ന് വളയ്ക്കണം. വളയ്ക്കാം. ഈ കോലത്തിൽ അവള് വളയില്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ. കൂടുതലില്ലാന്ന്. നിന്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് ഇഷ്ടമായി. പക്ഷേ പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ ഭാഷ, നിന്റെ വേഷം, നിന്റെ നടത്തം, നിന്റെ രൂപം ആകെ അടിമുടി ഒന്ന് മാറണം. നീ ഒരു കോടീശ്വരനായി മാറണം മോനെ. എന്നാലും എന്റെ താങ്ങും തണലും അല്ലേ ആ കള്ളം കട്ടുപോയത്? എന്ത് ജെട്ടി? അയ്യേ, അപ്പൊ നീ ഇപ്പോ? ഇല്ലെന്നേ, ആ കള്ളം കട്ടുപോയ ബാഗിലായിരുന്നില്ല അത്. ഏതായാലും റിസോർട്ടിൽ മുറിയെടുത്ത് വലിയ മണ്ടത്തരമായി പോയി. എടാ, ഇത് രാജക്കാരുടെ റിസോർട്ടല്ലേ? ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് ആൾക്കാരുടെ വിഹാര കേന്ദ്രമാണിത്. എടാ, നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ യാദൃശ്യമായിട്ട് അവളെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിക്കും. എടാ, നമുക്ക് ഊണ് കഴിക്കണമെങ്കിൽ 2 എണ്ണം കഴിക്കാം. ഹലോ ഹലോ, പിന്നെ വിളിക്കൂ. ഞാൻ ഒരുപാട് മീറ്റിംഗിലാണ്. അതെ അതെ അതെ. ഓക്കെ. ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഹൗ ഓൾഡ് ആർ യു? ഓക്കെ. എവിടെയോ നമ്മൾ കണ്ടു, നല്ല പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. ബട്ട് ഐ ആം എ കോടീശ്വരൻ. കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കും. ആരെ? എന്നെ. ഓ സർ, ഓർഡർ പ്ലീസ്. ആള് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ ഓടുന്നത്? സർ, ഓർഡർ പ്ലീസ്. ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഓക്കെ 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 ഓക്കെ. മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അവൻ എവിടം വരെ പോകും നോക്കാം. പ്രിയപ്പെട്ട എല്ലാ റോസ് ക്ലബ് അംഗങ്ങളും ദയവായി ആ പെട്ടിക്കള്ളം നമ്മളെ വെള്ളേര് നിർത്തിയിട്ട് മുങ്ങി. എടാ, ദേ അവൻ. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ ആരാധ്യയായ ക്ലബ് പ്രസിഡന്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. വരും മേഡം. ഇതിലെ വയസ്സ് 65 പ്രായം മറന്നുള്ള കോലം കണ്ടില്ലേ? ആരേത്? ഒരു തൈ കിളവിയേയും കൊണ്ടുപോകുന്നു. തൈപ്പൂയ കാവടിയാട്ടം. അവൻ പിടിക്കടാ. ഇവന്മാര് പോയില്ലേ? എന്താ പ്രശ്നം? കണ്ടില്ലേ, പട്ടാ പകൽ ഒരുത്തൻ പെണ്ണുങ്ങളോട് അവമര്യാദയെ പെരുമാറിയത്. എന്താടോ ഇത്? ഞാനാ. ഇവരെല്ലാവരും കൂടി എന്റെ എയർപോർട്ട് തകർത്തടാ.
ഇനി എന്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ആവില്ല. Stop it. ഇന്ദു Yes, madam. ഈ ആഭാസമാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്ക്. 2 പേരുടെ മേലെയും കേസ് എടുക്കാൻ പറ. മാഡം, വനിതാ ദിനം, വനിതാ മോചനവേദി, ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലെത്തി ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ. അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്താണാവോ തമ്പുരാമാർക്ക് വേണ്ടത്? സ്ത്രീ ശരീരം വിൽപ്പന ചരക്കല്ല എന്ന മുദ്രാവാക്യവുമായി തെരുവോരത്തെ പോസ്റ്റർ മുതൽ സിനിമ വരെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നു. ആ നിങ്ങളോ? മാഡം, ഒന്നും വിചാരിക്കരുത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പെട്ടെന്നൊന്ന് തിരിഞ്ഞ് കണ്ടോ, ഈ ജനല് കർത്തനക്കിട്ട് മറച്ച് മതിൽ കെട്ടേണ്ട പ്രായം കഴിഞ്ഞില്ലേ? ആരെ കാണിക്കാനെ ചായക്കോരി പൂശി തേച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം. മേഡത്തെ നിങ്ങൾക്ക് അറിയില്ല. ഓ, ആരവര്? കലക്കി ഈ പ്രോഗ്രാം കലങ്ങിയെങ്കിലേ അവരുടെ 10 താന്ന് കണ്ടത് ഇന്നാ. ഇവനാള് കൊള്ളാലോ, ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. ഹായ്, താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ കുട്ടി ആണാണെന്ന് ജനിച്ചപ്പോഴേ അറിഞ്ഞതാണ്. അതെ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. എന്താ പേര്? ശർക്കര പുരട്ടി. അശോക ശർക്കര പുരട്ടി. ചക്രവർത്തി. ചക്രവർത്തി എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളിങ്ങനെ ഒരു ജോലി നോക്കിയിട്ട്. ഏതുവരെ പഠിച്ചു? MBBS, MBA, BA, BH. സാധാരണ ABCD എന്നാണല്ലോ പഠിക്കുന്നത്. ഇതിപ്പോ ഓർഡർ മാറിയാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത്. താനോ? ഞാനൊരു വക്കീലാ. സാറിന് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എനിക്ക് തന്നു കഴിഞ്ഞാ. വല്ല പെട്ടി കേസനെ കൊടുക്കും സാറേ. പെറ്റി കേസ്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇന്നു മുതൽ എന്റെ അസിസ്റ്റന്റ്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. ദിവസക്കൂലി 500 രൂപ. എന്താണോ പണി? ഞാനൊരു കോടീശ്വരിയായ പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു. അതിന് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ആരാണ് പെൺകുട്ടി? പുറത്തു പറയരുത്. അത്രക്ക് മോശക്കാരിയാണോ? ഐ മീൻ ടമാർ പെടാ ഠേഠോ. അല്ലെന്ന്. ഈ റിസോർട്ടിന്റെ ഉടമസ്ഥ കോടീശ്വരിയായ രാജമല്ലിക. രാജമല്ലിക അല്ല, രാജമല്ലികയുടെ ഒരേ ഒരു മകൾ രാജലക്ഷ്മി. എന്ത് തോന്നിയ നിങ്ങൾ കാണിച്ചത്? മേലിൽ എന്നെയും എന്റെ വണ്ടിയെ നിയന്ത്രിക്കാൻ വരരുത്. മൈൻഡ് ഇറ്റ്. അഹങ്കാരി. ആരാ ഇവള്? ദേ ആ അഹങ്കാരികള്. So why don't we just one blackcurrant, chicken lollipop. Yes. That's enough. Okay. You? മേലിൽ ഇത് ആവർത്തിക്കരുത്. ഓർഡർ ക്യാൻസൽഡ്. വാടി. എക്സ്ക്യൂസ് മീ. നമസ്കാരം. 2000 രൂപയുണ്ട്. മേലാൽ ഇത് ആവർത്തിക്കരുത്. ചങ്ങനുണ്ണി വാടാ. Don't repeat it. ചക്രവർത്തി. മാഡം, ഞാനൊന്നും. ആന്റി. ആന്റിയോ? ഗെറ്റ് ലോസ്റ്റ്. എന്തൊരു കഷ്ടായി. മിൻമിനി, ഇത് എവിടുത്തെ ന്യായ? പിരിച്ചു വിടുന്നതിന് മുമ്പ് ഒരു വിശദീകരണം വേണ്ടേ? എനിക്ക് പറയാനുള്ളത് കേൾക്കണം. കേട്ടാ പറ്റൂ. കേൾക്കാം. താനല്ല, അവര് കേൾക്കണം. കേക്കില്ല. മാഡം ഒരു പ്രാവശ്യം ഡിസിഷൻ എടുത്താ പിന്നെ അത് മാറ്റില്ല. എന്റെ കാര്യത്തിൽ ഇത്തിരി ക്ഷമ കാണിച്ചേ പറ്റൂ. ക്ഷമ എന്നൊരു വാക്ക് മാഡത്തിന്റെ ഡിക്ഷണറിയിലില്ല. ഓഹോ, എങ്കിൽ ക്ഷമ എന്ന വാക്ക് ആ മാഡത്തിന്റെ ഡിക്ഷണറിയിൽ എഴുതി ചേർത്തട്ടെ. ഇനി ഈ ചക്രവർത്തി കിരീടം അഴിക്കൂ. ഇടോ വണ്ടി എടുത്ത് മാറ്റണോ? അയ്യോ, ഞാൻ എടുത്ത പൊങ്ങില്ല. ഇടോ മാടമാണ് അകത്തിരിക്കുന്നത്. ഏത് കുഴിമാടം? മാറിക്കടോ. ഗുഡ് മോർണിംഗ് മിൻമിൻ കുട്ടി. എന്താ ഇത്?
മാഡത്തിന് അത്യാവശ്യമായിട്ട് ഓഫീസിൽ എത്തണ്ട. താനല്ലേ പറഞ്ഞ മാഡത്തിന് ക്ഷമയില്ലെന്ന്. ഒന്ന് മാഡത്തിനെ വിളിക്കും. വിളിക്കടോ. മാഡം വണ്ടി ഇറങ്ങില്ല? വേണ്ട, ഞാൻ ഇറങ്ങാം. മാഡം മാഡം തനിക്ക് എന്താണോ ഇവിടെ കാര്യം? വണ്ടി എടുത്ത് മാറ്റടോ. മാഡം പറഞ്ഞ വണ്ടി എടുത്ത് മാറ്റാം. You shut up. തലയിരിക്കുമ്പോ വാലാടണ്ട. മാഡം റിലാക്സ്. എനിക്കൊരു കാര്യം പറയാം. എനിക്കിപ്പോ സമയമില്ല. അയ്യോ, എനിക്കിപ്പോഴേ സമയമുള്ളൂ. കേശു, പോലീസിനെ വിളിക്കേ. ഇപ്പൊ വിളിക്കാം. നമ്പർ വേണോ? നമ്പർ എനിക്കറിയാം. പോടാവുന്നു. മാഡം, പോലീസ് ട്രാഫിക് ഒക്കെ മാറ്റി ഇവിടെ വന്ന് വണ്ടി മാറ്റുമ്പോഴേക്ക് 3 മണിക്കൂർ കഴിയും മാഡം. എനിക്കൊരു 5 മിനിറ്റ് മതി. എങ്കി പറ, എന്താ കാര്യം? അയ്യോ, ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ പോയി പറയാം. സാധ്യമല്ല. എന്റെ ഓരോ മിനിറ്റിന്റെ വില തനിക്കറിയോ? അയ്യോ, എന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചത്. നമുക്ക് ആഹാ, നാടകത്തിന് കൊട്ടാരൻ സെറ്റിട്ട പോലെയുണ്ട്. എന്താ തനിക്ക് പറയാനുള്ളത്? ഹൈ, വീട്ടിൽ കയറുമെന്ന് അതിഥിയോടൊന്ന് ഇരിക്കാൻ പറഞ്ഞൂടെ? നിങ്ങൾ കാര്യം പറയണം. ഞാൻ ഇരുന്നോണ്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ മാഡം ഇങ്ങനെ നിന്നോണ്ട് കേൾക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാനിവിടെ നിൽക്കാം. കാര്യം പറ. പക്ഷെ എനിക്ക് ഇരുന്നാലേ കാര്യം പറയാൻ പറ്റൂ. മിനിറ്റുകൾക്ക് ഒരുപാട് വിലയുള്ള ആളല്ലേ, ഒന്ന് ഇരിക്കാൻ പറയുന്നേ. Can I? ഈ ഇരിപ്പൊരു സുഖം. ഇപ്പൊ ഓക്കെ. പറ, എന്താ മാറ്റർ? ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്. ഒരു ചായ പറയൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി പറയടോ, പറയാൻ. ചൂടാവല്ലേ, ആ ചായ ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ. പറയാനുള്ള ഒരു ഉന്മേഷം കിട്ടും. ഹായ് ഗ്രാൻഡ്മ, സോ സ്വീറ്റ്. ഈ മാഡം ചൂടാവുമ്പോ മുഖമൊക്കെ ചോന്നു കൊടുത്തുള്ള സൗന്ദര്യം മുഴുവൻ കളയും. ബട്ട് ഗ്രാൻഡ്മ ഈസ് ഗ്രാൻഡ്. ദേഷ്യം വരുമ്പോ മുഖമൊക്കെ ചോന്നു കൊടുത്ത് തക്കാളിപ്പഴം പോലെ. എന്താ ഭംഗി! ഈശ്വര, ഒഴിഞ്ഞിടണം കണ്ണ് കിട്ടാതെ. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുള്ളൂ, സൂപ്പർമാൻ. പാന്റ് ഇട്ട് അതിന്റെ മേളിൽ ജെട്ടിയിട്ട്. ഇതെന്താ സൂപ്പർ ഗേളാ? ഓ, അവനും ഇണങ്ങിയ വേഷം ഇട്ടാ പോരെ. കണ്ണാടി ഒന്നും നോക്കാറില്ലേ? അയ്യോ സോറി, പരിചയക്കാരെ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് സംസാരിച്ചങ്ങട് കുറച്ചു നേരം. ആർഭാട വേഷങ്ങൾക്കിടയിൽ ഒരു മലയാള തനിമ. എന്താ അമ്മയുടെ പേര്? ഭവാനി. ഭവാനി അമ്മ, നല്ല പേര്. താൻ ചായ കുടിച്ചിട്ട് കാര്യം പറ. ചായക്ക് നല്ല ചൂട്, ഒന്ന് ആറിക്കോട്ടെ. കാര്യം പറയുന്നോ ഇല്ലയോ? ഊവ്, നല്ല ചായ. ആരതുണ്ടാക്കിയത്? ഞാനാ. ആണോ? ഇങ്ങനെ എന്നും ഉണ്ടാക്കോ? ഭവാനി, അകത്ത് പോ. അയ്യോ മാഡം, പോവല്ലേ. മാഡത്തിന്റെ ലൈഫിന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതെന്റെ ചായയാണ്, ഗ്രാൻഡ്മ എടുത്ത് കുടിക്കല്ലേ കേട്ടോ. ആഹാ, ഹേയ് മാഡം ഇരിക്കേ, എനിക്ക് ഇരുന്നാലേ പറയാൻ പറ്റൂ. പറ, എന്താ എന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യം? ഒന്നുമില്ല മാഡം. ഈ ക്ഷമ എന്ന വാക്ക് മലയാളം നിഘണ്ടുവിൽ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അതിന് പേഷ്യൻസ് എന്ന് പറയും. അതില്ലെങ്കിൽ ഇതുപോലെ പേഷ്യന്റ് ആവും, മെന്റൽ പേഷ്യന്റ് ആവും. അതുകൊണ്ട് എന്തിനും ഏതിനും ഒരല്പം ക്ഷമ. മാഡത്തിന് അത് സാധിക്കും. അതൊന്ന് പറയാനും പരീക്ഷിക്കാനുമാ ഞാൻ വന്നത്. എന്നാ പിന്നെ ഞാനങ്ങട് ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യും. നീ അവളെ ക്ഷമ പഠിപ്പിച്ചെന്നോ? ഞാൻ എന്താ ഈ കേൾക്കുന്നത്? എടോ, എന്റെ മോളൊരു പഞ്ചപ്പാവ. ഭക്ഷണം കഴിക്കുമ്പോ കോമഡി പറയില്ല അങ്കിൾ. ഞാൻ പറഞ്ഞതിൽ എന്താ കോമഡി? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്കിളുടെ മോൾ ഒരു മനുഷ്യക്കുട്ടിയല്ല, അവൾ ഒരു ഈറ്റ പെൺപുലിയാ. പറഞ്ഞത് കേട്ടില്ലേ സാറേ? സാറിന്റെ മോളൊരു ഈറ്റ പെൺപുലിയാണെന്ന്. ഇവനെയാണ് സാറിന്റെ ഭാവി മരുവനായിട്ട് കണ്ടുവച്ചത്. കഷ്ടം. ശങ്കരനുണ്ണി, ഞാൻ സാറിന്റെ ആളാ. സാറിന് ദോഷം വരുന്ന ഒരു കാര്യത്തിനെ കൂട്ടിക്കില്ല. സാർ ഇത് ചാറ് വെച്ച് ചോറിന് സാറേ. പാചകക്കാരോ ഉപദേശക്കാരനാവും നിൽക്കണ്ട.
അങ്കിളെ ഇവന്റെ ജോലി ഞാൻ പറഞ്ഞിട്ട് സ്ഥിരപ്പെടുത്തിയാൽ മതി കേട്ടോ. അതിന് ഞാൻ ഇവിടെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞല്ലോ. അല്ലല്ല ബാങ്കിലെ ജോലി, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവൻ ഇല്ലാത്തത് കൊണ്ട് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വൈകിട്ടത് പൊറോട്ടക്കുള്ള മാവ് എടുക്കട്ടെ. ആയിക്കോട്ടെ. ചെല്ലല്ലോ വേഗം ചെന്നുണ്ടാക്ക്. എനിക്ക് ഒറ്റ വിഷമമേ ഉള്ളൂ, എന്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോ. എന്താ അങ്കിളത്? ആദ്യം നമുക്ക് അവളിൽ കുടിയേറിയിരിക്കുന്ന അഹങ്കാരത്തെ കുടിയൊഴിപ്പിക്കണം. എല്ലാം നമുക്ക് ശരിയാക്കങ്കിൾ. ബാക്കി സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നതും ബാങ്ക് ഡീലിംഗ്സും എന്റെ മകന്റെ അണ്ടർ കൺട്രോളിംഗിലായിരിക്കണം. രണ്ട് കാര്യങ്ങൾ മാത്രം. ഇത് ന്യായമല്ലേ? തോന്നുന്നില്ല. നിങ്ങളിത് നേരത്തെ ആവശ്യപ്പെടണമായിരുന്നു. അപ്പോഴൊന്നും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്ത് ഡീറ്റെയിൽസാ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞത്? പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ കുടുംബം പാരമ്പര്യമായി ഭർത്താക്കന്മാരെ വെച്ച് പൊറുപ്പിക്കില്ല എന്നൊരു അപഖ്യാതിയുണ്ട്. മാഡത്തിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള അറിവ് ആർക്കുമില്ല. മരിച്ചുപോയി ഒരു ആക്സിഡന്റിൽ. എവിടെ വെച്ച്? വിദേശത്ത് വെച്ച്. ഫ്യൂണറലും അവിടെ തന്നെയായിരുന്നു. വിശ്വസിക്കുന്നു, അല്ലാതെ മാർഗമില്ല. ഈ മാഡത്തിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, കണ്ടിട്ടില്ല. നിശ്ചയത്തിന് പോലും ഒരു ഫോട്ടോ പോലും ഈ വീട്ടിലില്ല. ഇനി മകളും ഈ പാത പിന്തുടർന്നാൽ എന്റെ മകന്റെ കാര്യം കഷ്ടത്തിലാവും. നിങ്ങൾ തറവാടികളാണെന്ന് ഞാൻ വിശ്വസിച്ചു. അത് സത്യമാണ് എന്ന് കരുതി സ്ത്രീധനം ആവശ്യപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് മാനഹാനി സംഭവിച്ചൊരു പെണ്ണിന് ജീവിതം കൊടുക്കുമ്പോ. എക്സ്ക്യൂസ് മീ സർ, ഡൗറി വാസ് ലീഗലി പ്രൊഹിബിറ്റഡ് ഓൺ May 20th, 1961. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഡൗറി പ്രൊഹിബിറ്റേഷൻ ആക്ട് 20 പ്രകാരം ശിക്ഷാർഹമാണ്. നിയമം അറിയില്ലെങ്കിൽ നിയമം അറിയാവുന്ന നിങ്ങളുടെ തന്തയോട് ചോദിച്ചു നോക്കൂ. അല്ലേ സാർ? നീ ആരാടാ ഇതിലിടപെടാൻ? ഞാൻ ഇവരുടെ ലീഗൽ അഡ്വൈസർ അശോക് ചക്രവർത്തി, MA-LLB. LLB ഒരെല്ല് കൂടുതലാണല്ലോ. ആ എല്ല് സാർ എടുത്തോളൂ, എനിക്ക് പരാതിയില്ല. ഇവനെ ഡിസ്മിസ് ചെയ്തതല്ലേ? ആരെ ഡിസ്മിസ് ചെയ്തു? എപ്പോ ഡിസ്മിസ് ചെയ്തു? അത് വാക്കാൽ മാത്രം പറഞ്ഞാ പോരാ, കാരണം കാണിച്ച് നോട്ടീസ് അയക്കണം. അത് തന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ പോസ്റ്റൽ തുടരുകയാണ് പുറത്തു നിന്ന്. കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്ക് ശമ്പളം തന്നിട്ടില്ല. പെൻഡിങ് ആണ്, പെൻഡിങ്. ആദ്യം ഞാൻ കേസ് പറഞ്ഞു വാങ്ങിച്ചോളാം. അച്ഛന്റെ കൂടെ മകനും കുറെ കാലം കോടതി കയറി ഇറങ്ങേണ്ടി വരും. നോ മാഡം, മാഡം ഇതിൽ ഇടപെടണ്ട. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഒരു IPS കാരോടാ നീ കളിച്ചോണ്ടിരിക്കുന്നത്? IPS കാരനല്ല, മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും കുറ്റം ചെയ്താൽ കോടതിയിൽ എന്നെ പോലെ ഒരു വക്കീലിന്റെ മുമ്പിൽ പഞ്ചപുച്ച മടക്കി നിൽക്കേണ്ടി വരും. ചാട്ടുളി പോലെ തന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് നിങ്ങൾ വേർക്കേണ്ടി വരും. സാർ, മകൻ അറിയില്ല കറുത്ത ഗൗണ്ട് വില എന്താ. എനിക്കെതിരെ എന്ത് തെളിവാണ് തന്റെ കയ്യിലുള്ളത്? കല്യാണ നിശ്ചയം, കയ്യിലുള്ള ഫോട്ടോസ്, കല്യാണക്കുറി. ഇത്രയും മതി താൻ കോടതി വരാൻ കയറി ഇറങ്ങാൻ. തൊപ്പി തെറിക്കണ വഴി താൻ പിന്നെ തിരിഞ്ഞു നോക്കിയ പോലും കാണില്ല മിസ്റ്റർ മധുറാം. ഓ മധുറാം, പിന്നെ ഒരു മധുരം ഉണ്ടാവില്ല മിസ്റ്റർ മധുറാം. വക്കീലിനെ വരുത്തി ഞങ്ങൾക്ക് നിയമോപദേശം തന്നതിന് നന്ദി. താങ്ക് യു. ഞങ്ങൾ ഇറങ്ങുന്നു. പ്ലീസ് കാണാം. കാണണ്ട മാഡം. തനിക്ക് എന്താ ഇവിടെ കാര്യം? തന്നോട് ഞാൻ പറഞ്ഞോ ഈ കാര്യത്തിൽ ഇടപെടാൻ? ഇല്ല, എന്നോട് ആരും പറഞ്ഞില്ല. പക്ഷേ മാഡം ആരുടെ മുമ്പിലും തോക്കുന്നത് എനിക്കിഷ്ടല്ല. ഒരു IPS കാരൻ പോയ 100 IPS കാരൻ വരും. അതിനീ സ്വത്തുക്കളൊന്നും ആരുടെ മുമ്പിൽ അടിയറ വെക്കേണ്ട കാര്യമില്ല. രാജകോകിലയും രാജമല്ലികയും രാജലക്ഷ്മിയും ഒക്കെ ഇവിടെ റാണിമാരെ പോലെ വാഴ വെക്കണം. ഇവിടെ റാണിമാരെ പോലെ വാഴണം. അറിവില്ലായ്മ കൊണ്ട് എനിക്ക് തെറ്റുപറ്റി. എല്ലാത്തിനും മാപ്പ് പറയാൻ വന്നാണ് ഞാനിവിടെ. അപ്പോഴാണ് ഇപ്പൊ കുറ്റബോധം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാൻ മൂലം ഒരു കല്യാണം കൂടി മുടങ്ങിയപ്പോ ഭയങ്കര കുറ്റബോധം. മാപ്പ് പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോന്നറിയില്ല. തെറ്റാണെങ്കിൽ വീണ്ടും മാപ്പ്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു ഭർത്താവിനെയാണ് മകൾക്ക് ആവശ്യമെങ്കിൽ എനിക്ക് 100 വട്ടം സമ്മതമാണ്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. വേണ്ടെങ്കിൽ വേണ്ട, എന്നാ ഇറങ്ങിക്കോട്ടെ. വരട്ടെ മാഡം. ഗ്രാൻഡ്മാ, എന്നെ അനുഗ്രഹിക്കണം. Wow, Grandma, you are looking so cute. 25 വർഷം മുമ്പായിരുന്നെങ്കിൽ. ഗ്രാൻഡ്മാ, ഞാൻ ഗ്രാൻഡ്മാ കുട്ടനെ കെട്ടിയനെ വരട്ടെ കുട്ടാ. അവനെ ആ അശോക ചക്രവർത്തിയെ ഈശ്വരനായിട്ട് ഇവിടെ എത്തിച്ചതാ. പോതറിപ്പോയില്ലേ IPS കാരനും അവന്റെ തന്തയും. നീ എന്താ ആലോചിക്കുന്നേ? അവനെ കുറിച്ച്. എനിക്കെന്തോ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തണമെന്നൊരാഗ്രഹം.
അല്ലെങ്കിൽ ആ ബാലസുബ്രഹ്മണ്യത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ നിനക്ക് പറ്റില്ല. മോളോട് ചോദിച്ചോ? ഞാൻ എല്ലാം കേട്ടു. എന്തു പറയുന്നു? അവൻ എന്നെയല്ല താലി കെട്ടാൻ പോകുന്നത്, ഞാൻ അവനെ. അശോക ചക്രവർത്തിയുടെ ഫാദർ രാജഗോപാലൻ തമ്പി? അതെ, മനസ്സിലായില്ല. കേട്ടിട്ടില്ലേ രാജാസ് ഗ്രൂപ്പിനെ കുറിച്ച്? ഓ, അതിന്റെ MD രാജമല്ലിക. ഇതെന്റെ മമ്മി രാജകോകില, ചെയർപേഴ്സൺ. ഏത് മുനിസിപ്പാലിറ്റിയിലെ? രാജാസ് ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ. ഓഹോ. ഇരിക്കൂ മിസ്റ്റർ തമ്പി. നിങ്ങളുടെ ഇളയ മകന് ഒരു മഹാഭാഗ്യം കൈവന്നിരിക്കുകയാണ്. അവനെന്താ ലോട്ടറി അടിച്ചോ? ആരാണ് ഇയാള്? എന്റെ മൂത്ത മോന ബാബുരാജ്. മിസ്റ്റർ തമ്പി, നിങ്ങളുടെ ഇളയ മകന്റെ മാരേജ് ഞങ്ങൾ നിശ്ചയിച്ചു. എന്റെ മകൾ രാജലക്ഷ്മിയാണ് വധു. എന്റെ മകന്റെ കല്യാണം നിങ്ങൾ? യെസ്. ഓ, എന്താ മോനെ പറഞ്ഞത്? മകന് ഉദ്യോഗം കിട്ടിയെന്ന്, ഭർത്താവ് ഉദ്യോഗം. അങ്ങനെ അവൻ ശമ്പളക്കാരനായി. ആട്ടെ, അവൻ എന്തുണ്ടാവും മാസം ശമ്പളം? അവൻ എന്തിനാ ശമ്പളം? ഒന്ന് പറഞ്ഞു കൊടുക്കുന്നോ? യാത്ര ചെയ്യാൻ രാജാസ് കമ്പനി വക കാറുകൾ, പെട്രോൾ അടിക്കാൻ സ്വന്തം പമ്പുകൾ, പിന്നെ താമസിക്കാൻ രാജാസ് ഗ്രൂപ്പിന്റെ ഹോട്ടൽസ്, റിസോർട്ട്സ്, ഡ്രസ്സിന് സ്വന്തം ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, പിന്നെ തിയേറ്ററുകൾ, സൂപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് മാളുകൾ. അല്ല, അവൻ ഈ മാസാമാസം മുടി വെട്ടിക്കുന്ന ശീലമുണ്ട്. അതും ഇവര് തന്നെ. കൾച്ചർലെസ് ഫെലോസ്. വി ആർ ഓൾസോ കൾച്ചർഡ്, ബട്ട് വി ഡോണ്ട് പ്രിറ്റൻഡ് സോ. 1 2 3 4 5. അല്ല, നിങ്ങൾ രണ്ടുപേർക്ക് വരാൻ എന്തിനാ 5 പെൻസ്? ഓ, വലിപ്പം കാണിക്കാനാണോ? ഈ നാട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ചാൽ നിങ്ങൾ പുച്ഛിക്കും കേട്ടോ. ഇതിൽ 3 എണ്ണം ഇവിടെ ഇട്ടിട്ട് പോകാൻ വന്നതാ, കല്യാണത്തിന് നിങ്ങൾക്ക് വരാൻ. ഈ കിടക്കുന്ന അംബാസഡറും ടാക്സിയൊന്നും ഞങ്ങളുടെ കാമ്പൗണ്ടിന്റെ അകത്തേ കയറ്റത്തില്ല. കേട്ടോ? കല്യാണത്തിന്റെ സർവ്വ ചെലവും ഞങ്ങൾ വഹിക്കും. മിൻമിനി മാം, 10 lakhs ചെക്ക് അഡ്വാൻസ് കൊടുത്തേക്കും. വേണ്ട, ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ തീരുമാനിച്ചു. വെഡിങ് കാർഡ്. കല്യാണം ഇതിൽ പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കും. നിങ്ങളുടെ മകൻ സമ്മതിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പൊ കല്യാണത്തിന് കാണാം. പറ്റേടോ? ഈ പൊങ്ങച്ചത്തള്ളേന്ന് ഞാൻ ആരാ എന്നെ പുറത്തിറക്കിയത്? ആരാ എനിക്ക് ജാമ്യം എടുത്തത്? ഞാൻ 3 നേരം ഉണ്ട് സുഖമായിട്ട് അകത്ത് കിടക്കുന്നത്. ആർക്കാരാ സഹിക്കാത്തത്? എനിക്കാണ് സഹിക്കാത്തത്. സാർ, എന്തിനാണ് സാർ എന്നെ പുറത്തിറക്കിയത്? നിന്നെ ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ. അയ്യോ, അതിന് 1 മാസത്തെ പരോളല്ലേ ഉള്ളൂ. മറ്റേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരിക്കൊന്നും ഉണ്ണാനുള്ള സമയം പോലും ഇല്ലല്ലോ. അത് മതി. എന്തായാലും നീ നാളെ നിന്റെ അച്ഛനെയും കൂട്ടി ഒന്ന് ഒറ്റപ്പാലത്ത് വരണം, ഒരു പെണ്ണ് കാണാൻ. അയ്യോ സാർ, എനിക്ക് അച്ഛനില്ല. അച്ഛനില്ലേ? അറിയില്ല എനിക്ക്. ഞാനാണ് നിന്റെ അച്ഛൻ. വെള്ളം ഇറങ്ങാതെ ചാകാൻ കിടന്ന സമയത്ത് പോലും എന്റെ അമ്മ എന്നോട് ഈ സത്യം പറഞ്ഞിരുന്നില്ല. ഞാൻ നിന്റെ അച്ഛനായിട്ട് അഭിനയിക്കാന്നാ പറഞ്ഞ. കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെ നിന്നെ കൊണ്ട് കെട്ടിച്ച് അവളുടെ ജീവിതം കുളമാക്കാനുള്ളതിന്റെ കൊട്ടേഷൻ. ഇതാ അഡ്വാൻസ്. ഒരുപാട് തെറ്റിദ്ധരിച്ചു. പിന്നെ വേറൊരു കാര്യം, ഇന്ന് മുതൽ എന്റെ ഭാര്യ നിന്റെ അമ്മ, എന്റെ പെങ്ങൾ നിന്റെ പെങ്ങൾ. അപ്പോൾ ഞാൻ മോനെ ഇറങ്ങി വരൂ മോനെ. ഈ കുടുംബമാണ് അച്ഛാ തറവാടാക്കേണ്ടത്. ആരാ? മനസ്സിലായില്ല. വെൽ, ഞാൻ വിശ്വനാഥ പണിക്കർ. ഇതെന്റെ ഒരേ ഒരു മകൻ കൃഷ്ണകുമാർ. ഇതെന്റെ ഒരേ ഒരു ഭാര്യ ശാരദ. ഇതെന്റെ ഒരേ ഒരു പെങ്ങൾ കൃഷ്ണ. ഇരിക്കൂ. കിട്ടിയ അവസരം മുതലെടുക്കല്ലേ.
എന്താ വിശേഷിച്ച്? എന്റെ മകൻ കൃഷ്ണകുമാർ എന്നെ പോലെ തന്നെ കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനാണ്. ഈ അടുത്ത് ഇവിടെ ഒരു എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് അവൻ യാദൃച്ഛികമായി താങ്കളുടെ മകളെ കണ്ടു. ഇഷ്ടപ്പെട്ടു. ഓ, അപ്പൊ പെണ്ണ് കാണാനാണല്ലേ? പിന്നെ പെൺകുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ചന്തവാസന്തിയേക്കാൾ മൊഞ്ച്. എന്താ? അല്ല, ഇവന് കൊച്ചിനോട് എന്തൊക്കെയോ ഒന്ന് സംസാരിക്കണമെന്ന്. ഓ, അവിടം വരെയൊക്കെ ആയോ? അല്ല, എന്നായാലും വേണ്ടതല്ലേ. ചെല്ലു മോനെ, ചെല്ല്. വരൂ, ബെഡ്റൂമിലേക്ക് പോകാം. ആ, ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ? ചെല്ല്. ഓ, തടിക്കെട്ടിലാണല്ലേ? എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? ചോദിച്ചാൽ കുഴപ്പമാകുമെന്ന് കരുതിയാ ചോദിക്കാത്തത്. ചോദിച്ചോട്ടെ. ഞാൻ ഇതെന്താ ഇവിടെ? എന്റെ ഏട്ടനാ. ഇയാളപ്പോ പോലീസാ? ഞാനൊന്ന് ഇറങ്ങട്ടെ. പെങ്ങൾക്ക് ഒരാലോചന. ബാങ്കിന്റെ കടവും കല്യാണവും. ടൗണിലുള്ള ആ സ്ഥലം പെട്ടെന്ന് വിൽക്കണമെന്നാ അച്ഛൻ പറയുന്നേ. ഇതാണ് ഞങ്ങളുടെ തറവാട് വക സ്ഥലം. മുത്തശ്ശൻ ഉറങ്ങുന്ന ഭൂമിയാണ്. എനിക്കും ആ ഭൂമിയിൽ തന്നെ ഉറങ്ങണമെന്നൊക്കെ അച്ഛൻ പറയാറുണ്ടായിരുന്നു. പാവം, ആവശ്യങ്ങൾക്ക് മുമ്പില് ആഗ്രഹങ്ങൾക്ക് എന്ത് പ്രസക്തി? ഭൂമി പുറത്തു പോവുകയും ചെയ്യരുത്, കാശ് കിട്ടുകയും വേണം. അതല്ലേ വിഷയം? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എടോ, ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം നേടണം. അതാണ് മിടുക്ക്. മാഡത്തിന്റെ മരുമകൻ ഒരു കോടീശ്വരനാകാൻ പോകുന്നു. പുത്തൻകരയിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന 10 ഏക്കർ സ്ഥലം നിസാര വിലയ്ക്ക് ലേലത്തിൽ പിടിച്ച് കടൽ വെള്ളം സംഭരിച്ച് ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോകുന്നു. ഏതോ ദുബായ് ഗ്രൂപ്പുമായുള്ള പാർട്ണർഷിപ്പ് ഡീലാണ് പോലും. ആര് പറഞ്ഞു? ഞാനൊരു സൗഹൃദ സംഭാഷണ വേളയിൽ മാഡത്തിന്റെ അംഗീകൃത ഭർത്താവിന്റെ വായിൽ നിന്ന് വീണ് കിട്ടിയതാ. ശനിയാഴ്ച ആ സ്ഥലത്തിന്റെ അവകാശ തർക്കമാണ് ലേലത്തിലെത്തിച്ചത്. ആ ഭൂമി അവന് കിട്ടരുത്. എന്ത് വില കൊടുത്തും നമുക്കത് പിടിച്ചെടുക്കണം. ഓക്കെ, ലേലസംഖ്യ ഉറപ്പിച്ചാൽ ലേലത്തുക മുഴുവനും പണമായി തന്നെ കൈമാറേണ്ടതാകുന്നു. ലേലം തുടങ്ങുകയാണ്. 1 കോടി രൂപ. 1 കോടി 10 ലക്ഷം. 1.5 കോടി. 1.5 കോടി. 2 കോടി. 3 കോടി. ഇവരെന്തിനിവിടെ വന്നു? ലേലം കൂടാൻ. ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ എന്റെ മാഡം അറിയാതൊരു ലേലോ? മോനെ ചക്രവർത്തി, നിനക്ക് ഈ സ്ഥലം കിട്ടില്ല. നീ വിളിക്കുന്നതിന്റെ ഇരട്ടി വില കൊടുത്ത് എന്റെ മല്ലിക മേടയിൽ ലേലം ഉറപ്പിച്ചിരിക്കും. ഞങ്ങൾ കടൽ വെള്ളം ശുദ്ധീകരിച്ച് മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോവാ. ഇത് ചതിയാണ്. ഞാൻ ചതിക്ക് പേര് കേട്ട വക്കീലാണ്. ഇതെന്റെ ജീവിത പ്രശ്നമാണ്, സഹായിക്കണം. എന്റെയും ജീവിത പ്രശ്നമാണ്. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. മാഡം വേണ്ട, ആരുടെയും വക്കാലത്തുമായി വക്കീൽ എന്റെ അടുത്തേക്ക് വരണ്ട. ഇതെന്റെ മകളുടെ പേരിൽ വാങ്ങുന്ന പ്രോപ്പർട്ടിയാ. 3 കോടി 1 തരം, 3 കോടി 2 തരം, 3 കോടി 10 ലക്ഷം, 4 കോടി. അല്ല, 5 കോടി. കോടികൾ ഞങ്ങൾക്ക് പുല്ലാണ്, പുല്ല്. വിളിക്കും വേണം. 5 കോടി 1 തരം, 5 കോടി 2 തരം, 5 കോടി 3 തരം. ലേലം ഉറപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാ വാ പൊളിക്കരുത്. അതെ, വേഗം വസ്തു വെക്കണ പാർട്ടിനെ വിളിക്കണം. പണം എണ്ണി മേടിച്ച് ഒപ്പിടാൻ പറയണം. എനിക്കും മാഡത്തിനും ധൃതിയുണ്ട്. ഓക്കെ? തുക എണ്ണി നോക്കിയ ശേഷം രജിസ്ട്രേഷൻ. രാജാസ് ഗ്രൂപ്പിന്റെ പണമല്ലേ, ഞങ്ങൾക്ക് വിശ്വാസമാണ്. എക്സ്ക്യൂസ് മീ, ഇതെന്റെ അച്ഛന്റെ പേരുള്ള ഭൂമിയാ. ഞങ്ങൾ തലകുത്തിന്ന് ശ്രമിച്ചിട്ടും 2 കോടിക്ക് മേൽ മറിയാത്ത ഭൂമിയാ ഈ അങ്കളുടെ കാഞ്ഞ ബുദ്ധിയിൽ 5 കോടി രൂപയ്ക്ക് മറിഞ്ഞത്. അല്ല, മാഡത്തിന്റെ വക്കീലെന്തിയേ? കാള വെറ്റുമെന്ന് കേൾക്കുമ്പോ കുഞ്ഞുടുപ്പും ബേബി സോപ്പും മേടിക്കാൻ ഓടുന്ന വക്കീല് നല്ല പണിയാ കൊടുത്ത അല്ലങ്ങളെ. മിസ്റ്റർ മരുമകൻ, മുത്തച്ഛൻ ഉറങ്ങുന്ന ഭൂമി ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. എന്റെ മകളുടെ പേരിൽ രജിസ്റ്റർ ആയ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി നീ തന്നെയാ. ഹസ്ബൻഡ് അല്ലേ ഹസ്ബൻഡ്. രാജാസ് ഗ്രൂപ്പിന്
വിറ്റ ചരിത്രമില്ല വാങ്ങിയ ചരിത്രമേ ഉള്ളൂ അതുകൊണ്ട് മരിച്ചു വിൽക്കുമെന്ന പേടി വേണ്ട. I am Raja Mallika and I will show you. ലോൺ എടുത്ത തുക മൊത്തമായി തിരിച്ചടയ്ക്കാൻ 2-3 ദിവസമായിട്ട് ഞങ്ങൾ റെഡിയായിരുന്നു. പക്ഷെ ബാങ്ക് അവധിയായിരുന്നല്ലോ. പലിശ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഓംബുഡ്സ്മാന്റെ റിപ്പോർട്ട് സഹിതം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഒറ്റപ്പാലം ബ്രാഞ്ചിൽ നിന്നും ഇവിടെ എത്തണം. ചിലപ്പോ 2 ദിവസത്തെ സാവകാശം വേണ്ടി വന്നേക്കും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പ്ലീസ്. ഇവരെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. ഇവരുടെ എല്ലാ ഇടപാടുകളും ഉടനെ തീർത്തു കൊടുക്കണം. ബാങ്കിന് കിട്ടേണ്ട തുക ഇവരിന്ന് തന്നെ അടയ്ക്കട്ടെ. ഇളവുകൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് പിന്നീട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. യെസ് മാഡം. പണം എത്ര വലുതായാലും ചെറുതായാലും കയ്യിൽ സൂക്ഷിക്കുന്നത് അപകടമാണ്. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, അവനെ വിളിച്ചു പറഞ്ഞാൽ മതി. 1 മണിക്കൂറിനവൻ പണം ഇവിടെ എത്തിക്കും. റിങ്ങുണ്ട്. ഏട്ടാ, അച്ഛനാ ഫോണില്. ഹലോ. എടാ മോനെ, പണം ഇന്ന് തന്നെ അടയ്ക്കാവുന്ന. നീ പണം കൊണ്ട് വേഗം ബാങ്കിലോട്ട് വാ. വേഗം. മിസ്റ്റർ അശോക് ചക്രവർത്തി, മൈ ഹാവ് എ വേർഡ് വിത്ത് യു പ്ലീസ്. നിനക്ക് വളരെ വിദഗ്ധമായി എന്നെ കബളിപ്പിക്കാൻ സാധിച്ചു. എന്നാൽ ആ തുക ബാങ്കിലെ കടം തീർക്കാനും പെങ്ങളുടെ കല്യാണത്തിനും വേണ്ടിയാണെന്നറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. വരട്ടെ, എനിക്ക് ജനറൽ മാനേജർ എന്ന് കാണണം. ആ മേഡത്തിന്റെ ട്രാൻസാക്ഷൻ മുഴുവൻ ഞങ്ങളുടെ ബാങ്കിലൂടെയാണ്. കൂടാതെ ബാങ്കിന്റെ 40% ഷെയറും രാജാസ് ഗ്രൂപ്പിന്റേതാണ്. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കണക്ഷൻ? ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അവരുടെ മകളുടെ കഴുത്തിൽ താലി ഇട്ടത് ഞാനാ. അയ്യോ സാർ, അകത്തേക്ക് ഇരിക്കും. വേണ്ട, ഞാൻ അവിടെ കുടിക്കാൻ എന്തെങ്കിലും? ഇല്ല, കുടിച്ചോണ്ടിരിക്കുക. എന്നാലും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? എന്താ, പണം അടച്ചില്ലേ? മോൻ പണമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്, ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ല. ഓ, സിറ്റിയില്ലേ, വല്ല ട്രാഫിക് ബ്ലോക്കിലും പെട്ട് കാണും. കാശൊക്കെ പോയടാ. എല്ലാം പോലീസ് കൊണ്ടുപോയി. പോലീസാ? ഞാൻ വരുന്ന വഴിക്ക് വണ്ടി എറിഞ്ഞിട്ട് കള്ളപ്പണാണെന്ന് പറഞ്ഞ് പോലീസ് കൊണ്ടുപോയി. പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാതെ ക്യാഷ് മാത്രം പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞാ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ കമ്മീഷണർ. സത്യം പറ, ഏട്ടൻ വല്ല ബാറിലും വെച്ച്? ഇല്ലടാ, ഞാൻ പറഞ്ഞ സത്യ. ഓക്കെ.